ആപ്കി അദാലത്തിൽ ആത്മീയ ഗുരുവായ ശ്രീ ശ്രീ രവിശങ്കറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എല്ലാ പ്രശ്നങ്ങളിലും ഇദ്ദേഹം തലയിടുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, കൊളംബിയയിൽ യുദ്ധം നടന്നാലും ശരി, കംബോഡിയയിൽ പ്രശ്നം ഉണ്ടായാലും ശരി, ഇല്ല വെനിസ്വേലയിലാണെങ്കിലും ശരി, ശ്രീ ശ്രീ രവിശങ്കർ തീർച്ചയായിട്ടും അവിടെ കാണും. ഒരാളുടെ വീട്ടിൽ തീ പിടിക്കുന്ന സമയത്ത് അയാൾ നമ്മളെ ക്ഷണിക്കൊന്നുമില്ലല്ലോ അങ്ങോട്ട് ചെല്ലാൻ, ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് മറ്റൊരാളുടെ ക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല. എവിടെയൊക്കെ തീപിടിച്ചാലും ഇത് നമ്മുടെ സ്വന്തം ലോകമാണ്. എവിടെയൊക്കെ തീപിടുത്തമുണ്ടായോ അത് അണയ്ക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു കടമയാണ്. അത് നമ്മൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടതുണ്ട്. താങ്കൾ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. രാമജന്മഭൂമി പ്രശ്നത്തിൽ താങ്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അത് സത്യമല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം സുപ്രീം കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ്. അതായത് സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞത് മീഡിയേഷൻസ് ഒരു വലിയ റോൾ വഹിച്ചിട്ടുണ്ട് എന്നതാണ്. മീഡിയേഷന്റെ റോൾ അവിടെ വളരെ പ്രധാനമായിരുന്നു. മീഡിയേഷൻ, പിന്നെ അതിന്റെ കൂടെ തന്നെ ജഡ്ജ്മെന്റും വന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു നല്ല വിധി നമുക്ക് കിട്ടിയത്. അല്ല, രാം ജന്മഭൂമി പ്രശ്നത്തെ പലരും പല രീതിയിലും പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാംവിലാസ് വേദാന്തി. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ശ്രീക്ക് ഇവിടെ എന്താണ് ജോലി, അദ്ദേഹം എന്തിനാണ് ഇതിൽ തലയിടുന്നതെന്ന്. നിങ്ങൾ നോക്കൂ, അത് ആർക്ക് എന്ത് പറയണമോ അതൊക്കെ പറയാവുന്നതാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മീഡിയേഷൻ ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല. ഒരിക്കലും ആയിരുന്നില്ല. മീഡിയേഷന്റെ കടമ എന്നത് അത് ഒരു വഴി ഉണ്ടാക്കുക എന്നതാണ്. അത് ജനങ്ങളെ ഒന്നിപ്പിക്കും, അവരുടെ മനസ്സുകളെ ഒന്നിപ്പിക്കും, അവരെ അത് വളരെ അടുപ്പിക്കും. പിന്നെ അതിന്റെയൊക്കെ ഫലം ഇന്നത് തന്നെ ആവണമെന്ന് നമുക്ക് ഇച്ഛിക്കാനും സാധിക്കുകയില്ല. കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് വ്യക്തിയാണോ രാംലല്ല ഇതുവരെ സന്ദർശിക്കാതിരിക്കുന്നത്, അദ്ദേഹം എങ്ങനെ ഈ പ്രശ്നങ്ങൾ തീർത്തു വെക്കും? ആളുകൾ അവരുടെ അറിവില്ലായ്മ കാരണം പറയുന്നതിനൊന്നും നമുക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ഞാൻ എത്രയോ തവണ അയോധ്യ സന്ദർശിച്ചിട്ടുണ്ട്. 2003 മുതൽ ഞാൻ അവിടെ തന്നെയാണ് ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ച് ഞാനതൊന്നും കൊട്ടിഘോഷിച്ച് നടക്കാറില്ല. ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് എന്നൊന്നും ആരെയും അറിയിക്കില്ല. ഞാൻ നിശബ്ദനായി നമ്മുടെ രാജ്യത്തിന് എന്താണോ ആവശ്യം അത് ചെയ്യാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. അയോധ്യ പ്രശ്നം നടക്കുന്ന സമയത്ത് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ താമസിച്ചാൽ നമ്മുടെ രാജ്യവും സിറിയയെ പോലെ മാറുമെന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഉപയോഗിച്ച ശരിയായിട്ടുള്ള വാക്ക് ഇതാണ്. സിറിയയുടേത് പോലുള്ള ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതൊരു ഊഹമായിട്ടൊന്നും പറഞ്ഞതല്ല. ഞാനൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്. അതായത് ജനങ്ങൾക്കിടയിൽ പരസ്പരം വെറുപ്പ് ഇപ്പൊ നടക്കുന്നത് കണ്ടില്ലേ? ആളുകൾക്കിടയിൽ ഇപ്പോൾ സംഘടനകൾ പതിവാണ്. അവർക്കിടയിൽ ഒരു വെറുപ്പ് വലിയ രീതിയിലുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. ഞങ്ങൾ സിറിയയിൽ ഒരു കാലത്ത് വർക്ക് ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾ 30,000 കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട്. സിറിയയിലെ കുട്ടികളെ, പിന്നെ ജോർഡാനിലെയും ലെബണനിലെയും കുട്ടികളെയും എടുത്തു. അവിടെ അവർക്ക് ട്രോമ റിലീഫിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അതായത് ഒരു ജാഗ്രതാ നിർദ്ദേശം മാത്രം. സിറിയയെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം അപ്പോൾ ഓർമ്മ വന്നു. ഇറാനിലും സിറിയയിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ധാരാളം പേരെ കൊല ചെയ്തു. അപ്പോൾ താങ്കൾ അവിടെ സമാധാനം വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ താങ്കൾ സന്ദേശം അയച്ചപ്പോൾ അവർ ഇർബലിൽ തല വെട്ടിയ ഒരു ഫോട്ടോ താങ്കൾക്ക് അയച്ചു തന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം, അത് സത്യമാണോ? അത് ശരിയാണ്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റില്ല. അവർ ഒരിക്കലും അവരുടേത് ഉപേക്ഷിക്കാത്തപ്പോൾ നമ്മൾ മാത്രം എന്തിനത് മാറ്റണം? ഞങ്ങളും ഞങ്ങളുടെ കടമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയുള്ള ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ സിറിയയെ പോലെ ഇവിടെ സ്ഥിതി രൂക്ഷമാവെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം, സിറിയയെ പോലൊരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് താങ്കൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്, ഒരു പാനിക് ഉണ്ടാക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. അവരാണ് പേടിപ്പിക്കാൻ നോക്കുന്നത്. അവരങ്ങനെയാണ് പറയുക. നമ്മൾ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ നോക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിതൊക്കെ കാണുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ എന്തിന് ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കണം? ഞാൻ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്, അവർക്കിടയിലെ ഭയം ഇല്ലാതാക്കാനും. പക്ഷെ അവർ ശരിക്കും പേടിച്ചുപോയി. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീ രവിശങ്കർ നിയമത്തിനും മുകളിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അതെ, ഈയൊരു പേടി ജനങ്ങളിൽ അധികമായിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും വ്യാപാരം അധികമുള്ളവർക്കൊക്കെ. നോക്കൂ, ഒരു കോൺഫ്ലിക്റ്റ്, എവിടെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുവോ അതിലൂടെ ഒരാൾ
എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ സംഘടനകളിലൂടെ ആരുടെയൊക്കെ വ്യാപാരമാണോ അഭിവൃദ്ധിപ്പെടുന്നത്, അവർ പേടിച്ചിട്ടുണ്ട്, അവരിനിയും പേടിക്കും, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏത് പ്രശ്നം സുപ്രീം കോടതി പരിഹരിക്കാനിരുന്നുവോ, ഏത് പ്രശ്നത്തിൽ സർക്കാരിന്റെ പങ്ക് ആവശ്യപ്പെട്ടോ, അതിലെന്തിനാണ് താങ്കൾ കൈയെടുത്തിയത്? നിങ്ങൾ നോക്കൂ, ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയാണ് എന്നെ ഇൻവോൾവ് ആക്കിയത്. അതാണ് ഈ കാര്യത്തിലെ വാസ്തവം. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? പക്ഷേ താങ്കളൊരു ട്രസ്റ്റ് ഫോം ചെയ്തില്ലേ, അത് പക്ഷേ സർക്കാർ അംഗീകരിച്ചില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അതിൽ വരാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ മീഡിയേഷൻ കമ്മിറ്റിയിലുള്ള സമയത്ത് എനിക്കൊരു സ്വാർത്ഥ വ്യക്തിയായിട്ടിരിക്കാൻ സാധിക്കില്ല. എനിക്ക് ആ കാര്യത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. വഴക്കുകൾ തീർക്കുന്നതിൽ മാത്രമേ താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. നിങ്ങൾ നോക്കൂ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ ജനങ്ങളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്, 2016 ഈ കാശ്മീർ ഇഷ്യൂ ഉള്ള സമയത്ത് അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചു. പക്ഷെ ജനങ്ങൾ കല്ലെടുത്ത് എറിയുകയും ചെയ്തു. താങ്കൾ യുവാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. താങ്കൾ ബുറാൻ വാലിയുടെ അച്ഛനെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് സംഭവിച്ചില്ല? നല്ലൊരു ഗുഡ് വില്ല് ജനറേറ്റ് ആയല്ലോ. ജനങ്ങൾക്കിടയിൽ ഒരു നല്ല സൗഹൃദാന്തരീക്ഷം ഉണ്ടായി. അതിനുശേഷം ആയിരക്കണക്കിന് കാശ്മീരി യുവാക്കൾ അവർ യോഗ ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്കിൽ ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. അതുകൂടാതെ രാജ്യസ്നേഹവും അവരിൽ ഇപ്പോൾ കൂടുതലായിട്ട് വളരാൻ തുടങ്ങിയെന്നും പറയാം. അതായത് ഇതുപോലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ സർക്കാർ ആർട്ടിക്കിൾ 370 നീക്കിയതിനു ശേഷം ഇങ്ങനെ പലരും സംസാരിച്ചിരുന്നു, അവിടെ മൊത്തം കത്തിയിരിയാൻ പോവുകയാണ്, ഇന്ത്യയുടെ ദേശീയ കൊടി വെച്ചിരിക്കുന്നവരാരും അവിടെ ജീവനോട് കാണില്ലെന്നും പറഞ്ഞു. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല, അത് വാസ്തവമല്ല. ഇപ്പോ നിങ്ങൾ നോക്കിയാൽ 5 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്ന ഭൂമിയൊക്കെ ഇപ്പോൾ 15 ലക്ഷത്തിനാണ് വിറ്റുപോകുന്നത്. ജനങ്ങളിപ്പോൾ സന്തോഷവാന്മാരാണ്. അവരുടെ സ്ഥലത്തിന്റെ വില ഇപ്പോൾ കൂടിയിരിക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ, അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പോലും അവർക്ക് തെറ്റായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് സർക്കാരിനെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യേണ്ടത് പൊതുജനങ്ങളാണ്, ഗുരുക്കന്മാരും സന്യാസിമാരുമാണ്. പിന്നെ NGOസും ചെയ്യണം. ഇത് അവരുടെയൊക്കെ കടമയാണ്. പിന്നെ NGOസിന്റെ പണിയെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. അതായത് വെറും തുണികൾ കൊടുക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കുക, അത് മാത്രമല്ല. അതുപോലെ സ്കൂളുകൾ നടത്തുക. അവരുടെ പണിയെന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. ജനങ്ങൾക്കിടയിൽ ഒരു നല്ല ബ്രിഡ്ജ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ. കാശ്മീരിലുള്ളവരുടെ കൂടെ ഇപ്പോഴും താങ്കൾക്ക് വല്ല കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടോ? അതെ അതെ, കോണ്ടാക്റ്റിൽ തന്നെയാണുള്ളത്. കാശ്മീരിൽ ഇന്ന് ഞങ്ങളുടെ 15 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആയിരക്കണക്കിന് കാശ്മീരി യുവാക്കൾ അതിൽ ചേർന്നുകൊണ്ട് പരിശീലനം നേടുകയാണ്. പിന്നെ റീസെന്റ് 500ഓളം യുവാക്കൾ പുതുതായിട്ട് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഈ പണികളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിലെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്? സർക്കാർ വളരെ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ നോക്കൂ, ജനങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു മുറിവുണ്ടാവുന്നു. ആ മുറിവ് നമ്മൾ മരുന്ന് വെച്ച് ഉണക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറുന്നു എന്ന് വെച്ചാൽ, അതായത് തെറ്റുകൾ ചെയ്യുന്നു, ദേഷ്യത്തോടെ പെരുമാറുന്നു, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ടാവും. അതായത് ഒരു വേദന, എന്തോ ഒരു കാരണമുണ്ട്. പക്ഷെ അതെന്താണെന്ന് ആരും കണ്ടുപിടിക്കുന്നില്ല. ഒരാൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലിന് പിന്നിൽ, അതായത് നമ്മളൊരിക്കലും ആ വാക്കുകളെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പാടില്ല. അവരുടെ മനസ്സിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇതിലൂടെ തന്നെ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടാവും. ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും മാറും. എപ്പോഴാണോ ഒരു വ്യക്തിക്ക് എല്ലാവരും നമ്മുടെ സ്വന്തം ജനങ്ങളാണ് എന്നൊരു വികാരം ഉണ്ടാവുന്നത്, ആ നിമിഷം എല്ലാം തന്നെ മാറി മറിയും. നക്സലൈറ്റുകളുടെ കാര്യത്തിലും താങ്കൾ കുറച്ചൊക്കെ പരിശ്രമിച്ചിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 2015 താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നക്സലൈറ്റിനോടൊപ്പം സംസാരിക്കാം, മീഡിയേറ്റ് ചെയ്യാം. അപ്പോൾ ഉണ്ടായിരുന്ന ഹോം മിനിസ്റ്റർ താങ്കളോട് ചോദിച്ചു, ഇതിലേക്ക് അഭിപ്രായം പറയാൻ താങ്കൾ ആരാണെന്ന്. ഇത് സർക്കാരിന്റെ ജോലിയാണ്, അവർ ചെയ്തോളൂ എന്നും. അതെ, അത് അവര് അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ നോക്കൂ, ഇതുപോലുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനുള്ള കോംപ്ലിമെന്റ് അവരിൽ തന്നെ വന്നു ചേരും. ഇതിന്റെ ആ ഒരു പ്രശസ്തി വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കും. ഇതുപോലുള്ള ഒരു ചെറിയ മൈൻഡ് സെറ്റ് നോക്കൂ, ഇത് നമ്മൾ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോഴേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കുടുങ്ങിക്കൊണ്ട് നമ്മുടെ കടമകൾ ചെയ്യുന്നതിലെ തടസ്സങ്ങൾ ഇല്ലാതാവും. അതൊക്കെ ടോട്ടലായിട്ട് തന്നെ സ്റ്റോപ്പ് ആവും. താങ്കൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. രാമക്ഷേത്ര ഇഷ്യൂസിൽ താങ്കൾ തോൽക്കാൻ കാരണം താങ്കൾക്ക് ആ ക്രെഡിറ്റ് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ?
ചിലപ്പോൾ അങ്ങനെ ആവാം. പിന്നെ ഈ സർക്കാരിനോടും താങ്കൾ പറഞ്ഞു തീർച്ചയായും നക്സലൈറ്റിന്റെ മനസ്സ് മാറ്റാൻ താങ്കൾക്ക് സാധിക്കുമെന്ന്. അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും എനിക്ക് സർക്കാരിന്റെ സഹായം ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ സർക്കാരിന്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നത് വളരെ കഷ്ടമാണ്. കാരണം നമ്മൾ ആരുടെ സൈഡിലും നിൽക്കില്ല. അത് ഗവൺമെന്റിന്റെ സൈഡിലായാലും ശരി, പിന്നെ ഓപ്പോണന്റിന്റെ സൈഡിലായാലും ശരി, നമ്മൾ ആരുടെ കൂടെയും നിൽക്കില്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് നിൽക്കും, അതായത് മധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് തന്നെ നക്സലൈറ്റ് വിഷയത്തിൽ ഞങ്ങൾ പണിയെടുത്തേ തീരൂ. ഞങ്ങൾക്ക് അവരുടെ വേദനകൾ അറിയാം, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം, അവരുടെ അവസ്ഥ എന്താണെന്നും ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അവിടെ എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്നാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റണം. അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ജാർഖണ്ഡിലേക്ക്, പിന്നെ തിഹാർ ജയിലിലേക്ക്. പിന്നെ അവിടെ ഒരുപാട് ജനങ്ങളെ ഡ്രോപ്പ് ദ ബുള്ളറ്റ്, കം ടു ബാലറ്റ് എന്ന വഴിയിലേക്ക് കൊണ്ടുവന്നു. 2003-ൽ, 2004-ൽ, 2005-ൽ ഒരുപാട് പേർ ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ കാശ്മീർ തീവ്രവാദികളോടൊപ്പം താങ്കൾ സംസാരിച്ചു, അതുപോലെ തന്നെ നക്സലൈറ്റിനോടൊപ്പവും താങ്കൾ സംസാരിച്ചിരുന്നു. താങ്കൾ ഇതൊന്നും പേടിയില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ എനിക്ക് പേടിയുണ്ടെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ എന്തിനു പേടിക്കണം? ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പേടിച്ചേക്കാം.